ഹായ് ഓൾ, എല്ലാവർക്കും മടാ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് 5 മിനിറ്റ്സ് GK ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്പീഡിലൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി പഠിച്ച ആളുകൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. 5 മിനിറ്റ്സ് GK നമ്മൾ നോക്കുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മുടെ അഡാ 24/7 മലയാളത്തിൽ കറണ്ട് അഫെയർ ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ട്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം, ആപ്പ് ഓപ്പൺ ചെയ്യുക, കമ്മ്യൂണിറ്റി, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ്, അതിൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാൻ. നമ്മൾ നോക്കുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ സ്പീഡിലൊന്ന് നോക്കാം. പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ്, പെൻഷൻ, ആറ്റോമിക് എനർജി, ബഹിരാകാശം, മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും. ശ്രീ രാജ്നാഥ് സിംഗ് ആണെങ്കിൽ പ്രതിരോധം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ശ്രീ അമിത് ഷാ ആഭ്യന്തരം, സഹകരണം. നിതിൻ ഗഡ്കരി റോഡ്, ഗതാഗതം, ഹൈവേ. JP നട ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം. സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യം. മനോഹർ ലാൽ ഭവനം, നഗരകാര്യം, വൈദ്യുതി. HD കുമാരസ്വാമി ഘനവ്യവസായം, സ്റ്റീൽ. പീയൂഷ് ഗോയൽ വാണിജ്യം, വ്യവസായം. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ജിതൻ റാം മഞ്ചി സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ. രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. സർബാനന്ദ സോനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി, ശാക്തീകരണം. കിഞ്ചരാപ്പു രാമോഹൻ നായിഡു വ്യോമയാനം. പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം. ഇത്രയും വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ജുവൽ ഓറം ആദിവാസി കാര്യം. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. അശ്വിനി വൈഷ്ണവ് റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ജ്യോതിരാദിത്യ സിന്ധ്യ വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം. കിരൺ റിജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. ഹർദീപ് സിംഗ് പുരി പെട്രോളിയം, പ്രകൃതിവാതകം. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ, യുവജനകാര്യം, കായികം. കിഷൻ റെഡ്ഡി കൽക്കരി, ഖനി. ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം. CR പാട്ടീൽ ജൽശക്തി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവരുടെ വകുപ്പുകളും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നല്ലൊരു റിവിഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയാൻ, നമ്മുടെ അഡാ 24/7 മലയാളത്തിൽ കുറച്ചധികം ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കേരള PSC, SSC, റെയിൽവേ ബാങ്ക് അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൽ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ കേരള മെഗാ പാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ബൈ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അതിൽ എൻ്റർ കൂപ്പൺ കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് 5670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടും ഉണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി അഡാ 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഡൗട്ട് ക്ലിയറിംഗ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, ഡെയിലി ക്വിസുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്